Hi, Namaste, welcome back to my channel Mintrader. NSE മാർക്കറ്റ് മാത്രമല്ല M6 ഫോറക്സ് അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റയിൽ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സ് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് എല്ലാം കറക്റ്റായിട്ട് തിരിച്ചറിയും. ഇപ്പോൾ ഒരു ട്രേഡ് കണ്ടിന്യൂവേഷൻ മാർക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് ഇവിടെ എടുക്കണം. നമുക്ക് കണ്ടിന്യൂസ് മാർക്കിൽ ഇരിക്കാത്തവർക്ക് നമുക്ക് ഇടയ്ക്കുന്ന മാർക്കിൽ ട്രേഡ് ചെയ്യാം. അതായത് മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് ഇരിക്കുന്നവരല്ല നമ്മൾ. ആക്ച്വലി മാർക്കറ്റ് നമ്മൾ സിഗ്നൽസ് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ മാർക്കറ്റ് കയറി പോയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് കയറി നിൽക്കുന്ന സമയത്ത് അടുത്ത ട്രേഡ് എവിടെ പിക്കണം, ഇനിയും അപ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസിലും അതേപോലെ ഗോൾഡ് ഫോറക്സിൻ്റെ ഗോൾഡും ഞാൻ 2 ചാർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ച പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഫോറക്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നല്ല റിട്ടേൺസ് ആയിരുന്നു. കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ അതായത് 5th മെയ്യിൽ നമുക്ക് തുടങ്ങിയൊരു ബൈസിക്കിളാണ്. അത് അപ്രോക്സിമേറ്റ് നമുക്ക് 7 മണിക്ക് ശേഷം മാർക്കറ്റ് ബൈ ട്രേഡ് തന്നെയാണ് പോയത്. ടോട്ടൽ 155 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറിയിട്ടുണ്ട്. അതിൽ 2-3 പ്രാവശ്യം അടിച്ച് റെസിസ്റ്റൻസ് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് മോർണിംഗിൽ ബ്രേക്ക് ഔട്ടിൽ നിന്ന് കിട്ടിയത് അപ്രോക്സിമേറ്റ് 3331 നിന്ന് ഒറ്റയടിക്ക് അടിച്ച് കയറിയത് നമുക്ക് അപ്രോക്സിമേറ്റ് 3384 വരെ. അത് കഴിഞ്ഞ് പുൾ ബാക്ക് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് 63 നമ്മൾ എൻട്രി എടുത്തു. അവിടുന്ന് പിന്നെ 83 വരെ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം മാർക്കറ്റ് ശകലം ഇറങ്ങാനായിട്ട് നമുക്ക് കാണിക്കുന്ന നമുക്ക് സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആകും. അതായത് മാർക്കറ്റ് ഇപ്പം നമ്മൾ ബൈ കണ്ടിന്യൂ ആണ്. പെട്ടെന്നൊരു സഡൻ ഫോൾ പോകുന്നു നമുക്ക് ട്രെൻഡ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രെൻഡ് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് M1 ആദ്യം എഫക്റ്റ് അടിക്കും. ആ എഫക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ കറണ്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് തിരിച്ച് പുൾ ബാക്കിൽ പിന്നെ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഒരു എൻട്രി നമുക്ക് കഴിഞ്ഞു പോലും അടുത്ത എക്സിറ്റ് അതായത് നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ ഇനിയും എക്സിറ്റ് ചെയ്യണം നമുക്ക് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇതേപോലെ നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടിന്യൂവേഷൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ സെല്ലായിരുന്നു. നമുക്ക് മോർണിംഗിൽ തന്നെ നല്ല അടിച്ചിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന സെൽസിക്കിൽ അപ്രോക്സിമേറ്റ് 240 ശേഷം വന്ന സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ 2 ടാർഗറ്റ് അപ്രോക്സിമേറ്റ് 127-130 പോയിന്റോളം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് പുട്ട് ഓപ്ഷൻ നമുക്ക് വേണ്ട കറണ്ട് നമുക്ക് ഏതാണ് സ്ട്രൈക്ക് വേണ്ട അതിൻ്റെ പുട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 55 ഇട്ടിട്ടുണ്ട്. 55 നോക്കുകയാണെങ്കിൽ 1151 നേരെ അടിച്ച് കയറി നമുക്ക് 205 പോയിന്റ് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാർജിൻ പോലെ നമുക്ക് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ഏതാണ് പുട്ടല്ലേ കോൾ വേണ്ടതെന്നുള്ള കറണ്ട് നമുക്ക് വേണ്ടത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 400 ആണ് വേണ്ടെങ്കിൽ നമുക്ക് 400 ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് അവിടെ ചാർട്ട് എടുത്തിടാൻ പറ്റും. നമുക്ക് അതിൽ നമ്മൾ ഏതാണ് ചാർട്ട് ആഡ് ചെയ്തത് അത് നമുക്ക് ഏറ്റവും താഴെ നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. അതിൻ്റെ ചാർട്ട് ഡയറക്റ്റായിട്ട് നമ്മളിവിടെ എടുത്തിടുക. 5 മിനിറ്റ് അതേപോലെ ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ്റെ ചാർട്ട് കറക്റ്റായിട്ട് എടുത്തിടാൻ പറ്റും. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വന്ന ബൈസിക്കിളിൽ നിന്ന് 861 നിന്ന് നമ്മൾ ബൈ കയറിയാണ്. അവിടുന്ന് 167 പോയിന്റ്സോളം കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് സിഗ്നൽ വന്ന് കറക്റ്റായിട്ട് ആ റെസിസ്റ്റൻസ് അവിടെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് ചൂസ് ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു സിഗ്നൽസ് ഇപ്പം കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു പുതിയ സിഗ്നൽ വന്നാലും നമുക്ക് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും അതേപോലെ അതിൻ്റെ എൻട്രി പോയിന്റ് ഏതാണ് ടാർഗറ്റുകൾ ഏതാണ് താഴെ മുകളിലും കൊടുക്കും. അപ്പോൾ സിഗ്നൽ ഇവിടെ വന്ന സമയത്ത് നമുക്കിവിടെ റെഡുമായിട്ട് മാച്ച് ഉണ്ടായിരുന്നു ഓൾറെഡി. കാരണം ഒരു ബൈ ട്രേഡ് അവിടെ ആക്റ്റീവ് ആവശ്യമൊക്കെ തിരിച്ചിറങ്ങുന്ന അണ്ടർസ്റ്റുഡ് ആണ്. അവിടെ സെല്ല് വന്നു കൺഫേം ആയി. നമുക്ക് ക്യാൻഡിലും റെഡ് നിന്ന് താഴെ റെഡ് നിന്ന് സപ്പോർട്ട് അടിച്ച് താട്ടും ഇറങ്ങി. അവിടെ നിന്നൊരു നല്ലൊരു ഇറക്കം ഇറങ്ങിയിട്ടുണ്ട്. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ഏതാണ് നടക്കുന്നത് ഇപ്പോൾ കറണ്ട് 54,300 ആണെങ്കിൽ 55 നമുക്ക് 54,400 അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ മോർണിംഗിലും ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോർണിംഗിൽ നമുക്ക് സിഗ്നൽ വന്നതിന് ശേഷം ബ്രേക്ക് പോയി 760 ഒറ്റയടിക്ക് അടിച്ച് കയറി 885 വരെ പോയിട്ട് തിരിച്ച് നമുക്കൊരു സെല്ല് അതായത് ഒരു പുൾ ബാക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് വന്ന ബ്രേക്കിൽ നിന്നാണ് നമുക്ക് പിന്നെ സിഗ്നൽ 2:30 ശേഷം വന്ന് നമുക്ക് സിഗ്നൽ അടിച്ച് കയറിയിരിക്കുന്നത്. അവിടെ നിന്ന് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അടിച്ച് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ ആണ്. നമുക്ക് അവിടെ ബൈ ഗ്രീൻ തന്നെ തരും. അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടെ ട്രെൻഡ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഗോൾഡിൽ ഞാനതാണ് കാണിച്ചത്.
ഇപ്പോൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിവിടെ ആദ്യം 1 മിനിറ്റ് ചേഞ്ച് ആയി. അപ്പോൾ നമ്മൾ കറണ്ട് പോർഷൻ റണ്ണിങ് ആണെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡിൽ എടുക്കാൻ. ഒരു പുതിയ സിഗ്നലാണ് വരുന്നതെങ്കിൽ ഡീറ്റെയിൽസ് മുകളിൽ കൊടുക്കും, താഴെ കൊടുക്കും, അതിൻ്റെ ടാർഗറ്റുകൾ, അത് സിഗ്നൽ വന്ന വിവരം, നമുക്ക് വന്ന മെസ്സേജ് നമുക്ക് അലേർട്ടായിട്ട് കിട്ടും. അതോടൊപ്പം നമുക്ക് കൺഫേം ചെക്ക് ചെയ്യും. ഇപ്പോൾ ഒരു പുതിയ സിഗ്നൽ ആണെങ്കിൽ ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും പ്രൈസ് ഇൻ ബൈസ് ഉണ്ട്. ഇത് 3 ഓക്കെ ആയതിനു ശേഷം അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അവിടെ നേരെ കയറിയിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ചടിച്ച് 2 പ്രാവശ്യം പുൾ ബാക്ക് അടിച്ച് കയറി. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ മാർക്കിൽ ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് പിന്നെയും കയറി, അത് രണ്ടാമത്തെ ബ്രേക്കിൽ പിന്നെയും അവിടുന്ന് കയറി പോയിട്ടുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം അടിച്ച് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈസിയാണ് ചൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ട്രേഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. സൈഡ് വേസ് മാർക്കറ്റ്, എക്സ്ട്രാ കളർ വൈസ്, നമുക്ക് എക്സ്ട്രാ കളർ വെച്ചിട്ട് നമുക്ക് സൈഡ് വേസ് തിരിച്ചറിയാം. ഒരു ട്രേഡ് എടുത്ത് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിലും നമുക്കൊരു ട്രേഡ് എടുത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിവേഴ്സ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇൻഫർമേഷൻ അലേർട്ട് മെസ്സേജ് ആയിട്ടും കളർ ചേഞ്ച് ആയിട്ടും ട്രെൻഡ് വൈസ് നമുക്ക് കാണിച്ചു തന്ന് നമുക്ക് ലോസ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.